പഴയ ആൾക്കാർ പറഞ്ഞ പോലെ നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ പൂർവാധികം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കും. അപ്പോൾ ഞാൻ ഗ്രാമമാണ് പാലക്കാട്, നമ്മുടെ ഏരിയ എന്നൊക്കെ പറഞ്ഞു. ആ ഗ്രാമത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇപ്പോൾ ദുബായിലാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും എത്തിയത് അവിടെ നിന്നാണ് വന്നത്. നമുക്ക് എന്തൊരു എന്താ പറയുക, വലിയ ലെവലിൽ എത്തണമെങ്കിലും പെയിൻസ് ഉണ്ടാവും അറിയാൻ. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത്, ഒരു പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് സക്സസിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഒത്തിരി പെയിൻ ഉണ്ട്. നമ്മൾ പോയതും എല്ലാ സ്ഥലത്തും പോസിറ്റീവ് അടിക്കില്ല. എസ്പെഷ്യലി ഇൻ സിനിമ എവിടെ ചെന്നാലും നമുക്ക് നെഗറ്റീവാണ് വരിക. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് ഒരു വിഷൻ ഉണ്ടായിരുന്നു എനിക്ക്, ഇവിടെ എത്തണം എന്നുള്ളത്. ഇപ്പം സ്റ്റിൽ ഞാൻ എത്തി. ഞാൻ എന്താഗ്രഹിച്ചോ അവിടെ എത്തി. അങ്ങനെ പാലക്കാട്ടിൽ നിന്നുള്ള യാത്ര ചെന്നൈയിലേക്ക് വരുന്നു. ചെന്നൈയിൽ നിന്ന് അങ്ങനെ ഞാൻ അനലോഗ് എന്നാണ് വന്നത്. ഫിലിം വല്ലാണ്ട് വ്യത്യാസം വന്നു. 20 കൊല്ലം കൊണ്ട് വല്ലാത്ത വ്യത്യാസം, ഒരുപാട് വ്യത്യാസം വന്നു. ഒരുപാട് വ്യത്യാസമുണ്ട്. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, എല്ലാം ഉണ്ട്. വലിയൊരു യാത്രയായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് ഐ ആം സോ ലക്കി. ബിക്കോസ് എനിക്ക് ഫിലിമിലും സിനിമ ചെയ്യാൻ പറ്റി, ഡിജിറ്റലിൽ സിനിമ ചെയ്യാൻ പറ്റി. രണ്ടും എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റി. അതൊരു ഗോഡ് ഗ്രേസ് ആണ് കിട്ടിയത്. അത് ശരിക്കും ഒരു സഞ്ചരിക്കുന്ന ഒരു എന്താ പറയാ ഡിക്ഷണറിയാണ് താങ്കൾ. ഈ ഒരു രണ്ടിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന് പറയുമ്പോൾ അത് ഡോക്യുമെന്റ് ചെയ്യണം. അതെ അതെ അതെ. ഇപ്പോഴും ന്യൂ കമേഴ്സ് ഇപ്പോൾ പല ആൾക്കാരും അസിസ്റ്റ് ചെയ്ത് വരുമ്പോൾ അവർക്ക് ഈ പഴയ അനലോഗിനെ കുറിച്ച് തീരെ ഐഡിയ ഇല്ല. ഇപ്പൊ പഠിക്കുന്നത് പോലും അനലോഗ് പഠിക്കുന്നേ ഇല്ലല്ലോ. അതൊരു ഇൻട്രോ മാത്രമല്ലേ പഠിക്കുന്നത്. മാത്രമേ ഉള്ളൂ ആയിരുന്നു. ഇപ്പോൾ അത് ഒരു മ്യൂസിയം പോലെയായി. അതെ അതെ, ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊരു ടഫായ കാലമായിരുന്നു. അത് നമുക്കൊരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. ആദ്യകാലം ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു ആ ഒരു നെഞ്ചിടിപ്പ് ഉണ്ടാവുമല്ലോ, ഇത് ശരിയായോ ഞാൻ ചെയ്തത്? അത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ എൻ്റെ ഒരു വിഷൻ നമ്മുടെ ഒരു കണ്ണിലൂടെ വരുന്നതാണ് ഈ ലോകം കാണുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ നിന്ന് പ്രിപ്പയർ ആവണം. ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ റെറ്റിനിൽ കൂടെ വരുന്നതാണ് ഈ ലോകം കാണുന്നത്. അപ്പോൾ നമ്മൾ എത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു പ്രീ പ്ലാനിങ്. അന്നൊരു ചെറിയ പേടി ഉണ്ടാവും ആദ്യത്തെ. അതൊരു 1 ഡേ ഒക്കെ ഉണ്ടാവും. സെക്കൻഡ് ഡേ നമ്മൾ ട്രാക്കിലേക്ക് വരും, പിന്നെ സ്മൂത്ത് ആവും. പിന്നെ നമുക്ക് ടീം വർക്കായിരുന്നു. ഇപ്പോൾ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഫിലിം ഭംഗിയായി തീർക്കാൻ പറ്റും. അത് വർക്ക് ചെയ്തിരിക്കുന്ന താരങ്ങളാവട്ടെ, ഡയറക്ടേഴ്സ് ആവട്ടെ, ക്രൂ ആവട്ടെ, സീനിയേഴ്സ് മുതൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുടെ കൂടെ താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോഴും നിലവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ആ ഒരു റേഞ്ച് വ്യത്യാസം ഉണ്ടല്ലോ. അത് ശരിക്ക് സാറിന്റെ ഔട്ട്പുട്ടിൽ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് ആയ ആക്ടേഴ്സ്, എക്സ്പീരിയൻസ് ആയ ഡയറക്ടേഴ്സ് പറഞ്ഞാൽ അത് നമുക്ക് സല്യൂട്ട് ചെയ്തേ പറ്റൂ. ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഏറ്റവും വലിയ ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആണ് അസറ്റ്. കാരണം ഇതൊരു ഇൻഫിനിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് മറ്റേത് ജോബിലും ഒരു ഫിക്സഡ് ഉണ്ട്. ഇപ്പോൾ മോർണിംഗ് പോകുന്നു, ഈവനിങ് തിരിച്ചു വരുന്നു. ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ ഡ്യൂട്ടി മാത്രം നോക്കിയാൽ മതി. ഇതങ്ങനെയല്ല. ഒരു ദിവസം മാർക്കറ്റായിരിക്കും, ഒരു ദിവസം എയർപോർട്ടായിരിക്കും, ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനായിരിക്കും, ഒരു ദിവസം പഞ്ചായത്ത് ഓഫീസായിരിക്കും. ഇങ്ങനെ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ, സത്യം പറഞ്ഞാൽ ഒരു DOPക്ക് 2 കണ്ണ് പോരാന്നാ പറയാം. കണ്ണും ചെവിയും നമ്മുടെ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ഓൾ 360 നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലേ നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പട്ടിയെക്കുറിച്ച് ഒരു ഫിലിം വരുവാണെങ്കിൽ നമുക്ക് പട്ടിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എന്ത് കാണുന്നതും, ഞാനൊക്കെ അങ്ങനെയാണ്, എന്തൊരു കാര്യം കാണുമ്പോൾ നമ്മളത് വിടില്ല, അത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സ്റ്റഡി ചെയ്യാണ്. പുറത്ത് നിൽക്കുവാണെങ്കിലും അവിടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടാവും. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരെങ്ങനെ നടക്കുന്നു, അവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ അവർ കൈ മൂവ്മെൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ വരുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സുകളിൽ. അതാണ് സിനിമ. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ജനറേഷൻ നമ്മുടെ കൂടെ നിൽക്കുള്ളൂ.